കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. തീർച്ചയായിട്ടും ആ ഗൗരവത്തോടെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ശിശുക്ഷേമ സമിതി ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ തലത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി വനിതാ ശിശു വികസന വകുപ്പിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ചുമതലയുള്ള ഡയറക്ടർ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് ഇതറിഞ്ഞപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. വകുപ്പ് തലത്തിൽ ആ നിലയിലുള്ള അന്വേഷണം നടത്തും. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ആ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. അതോടൊപ്പം ഇപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. അതിൽ പോലീസ് കേസെടുത്ത് നിയമപരമായിട്ടുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതിൽ തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലുള്ള എല്ലാ നിലപാടുകളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. അത് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ ഒരുപാട് വർഷങ്ങളായിട്ടൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരുടെ ഒരു പെർഫോമൻസ് കൂടി അസസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളോടുള്ള സമീപനം, അവരുടെ അഭിരുചി, അവരുടെ നിലവിലെ ഇവിടുത്തെ പ്രവർത്തനം ഇതെല്ലാം തന്നെ ഒന്ന് അസസ് ചെയ്ത് ഇനി തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യം കൂടി ആ നിലയിൽ തീരുമാനിച്ചു പോകണമെന്നുള്ളത്. അതായത് പെർഫോമൻസ് ബേസ്ഡ് ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. അതോടൊപ്പം പുതിയ നിയമനങ്ങൾ നടക്കുമ്പോൾ ഇതൊരു നിർബന്ധമായിട്ടുള്ള മാനദണ്ഡമാണ്. അതായത് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി ഇവിടെ എത്തി ഇന്റർവ്യൂവില് അല്ലെങ്കിൽ പരീക്ഷ എഴുതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലുള്ള ഒരു അഭിരുചി, അതുപോലെ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഇതിലൊരു ഇഷ്ടം, പിന്നെ അതിലുള്ള വിദ്യാഭ്യാസ യോഗ്യത, ഇതെല്ലാം ഇതിൽ പരിഗണിക്കും. ശിശുക്ഷേമ സമിതി തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ അത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആയമാരെ മറ്റും നിയമിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് അടിസ്ഥാനമുണ്ടോ? കാരണം ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഇതിന് ശേഷം ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതமான നിയമനങ്ങളെല്ലാം വർഷങ്ങളായിട്ട് ഇപ്പോൾ 8, 9, 10 അതിനപ്പുറവും വർഷങ്ങളായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു അന്വേഷണം ഇക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നിലവിൽ ജോലിയിൽ തുടരുമ്പോൾ, ഇപ്പോൾ കരാറടിസ്ഥാനത്തിൽ തുടരുമ്പോൾ അല്ലെങ്കിൽ ദിവസവേതനത്തിൽ തുടരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ തുടർച്ച തീരുമാനിക്കുന്നതിന് പെർഫോമൻസ് കൂടി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം വളരെ പ്രധാനമാണ്. കുഞ്ഞുങ്ങളോട് ഇഷ്ടം ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് ഒരു മാതൃമനസ്സോടെ കുഞ്ഞുങ്ങളെ തൊടുകയും അവരെ എടുക്കുകയും അവരൊന്ന് കരഞ്ഞാൽ മനസ്സൊന്ന് ആർദ്രമാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൽ സ്വാഗതം ചെയ്യുന്നത്. ശിശുക്ഷേമ സമിതി തന്നെ അങ്ങനൊരു തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ നിലപാട് കൂടിയാണ്, അഭിപ്രായം കൂടിയാണ്. അത് സ്വാഗതം ചെയ്യുകയും ചെയ്യും. കുട്ടികളുടെ അതിക്രമം കാണിച്ച ആളുകൾക്കെതിരെ നടപടി എടുത്താലും അവർ വീണ്ടും നിയമിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് അതുണ്ടാവില്ല. അതിവിടെ എന്തായാലും ഉണ്ടാവില്ല. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ മുൻകാല ഒരു പ്രവർത്തന ഹിസ്റ്ററി കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ഓരോരുത്തരുടെയും ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ ഉൾപ്പെടെ ഉള്ള ഹോമുകളിൽ നമ്മുടെ സർക്കാരിൻ്റേതായ നേരിട്ടുള്ളതും അല്ലാതെ NGOകളുടേതായിട്ടൊക്കെയുള്ള ഹോമുകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു പ്രവർത്തന ചരിത്രം കൂടി ഒന്ന് അസസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ കൂടി
വകുപ്പ് തലത്തിലുള്ള അന്വേഷണത്തിൽ പരിശോധിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇക്കാര്യങ്ങൾ ഒരു 2 ആഴ്ച മുൻപ് നമ്മൾ ബാലസൗഹൃദ കേരളം എന്ന അതിലെല്ലാം ഉണ്ട്. വീടുകൾക്കുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഹോമുകളിൽ സംരക്ഷിക്കപ്പെടുന്ന, നമ്മൾ സംരക്ഷിക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും അവർ സംരക്ഷിക്കപ്പെടുക അർത്ഥമുള്ളതാണ്. അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയെ, ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായകരമാകുന്ന നിലയിൽ പൂർണ്ണമായ സംരക്ഷണം, അത് വീടുകൾക്കുള്ളിലാണെങ്കിലും ഈ സർക്കാർ ഹോമുകളിലാണെങ്കിലും അതല്ല NGOകൾ നടത്തുന്ന ഹോമുകളിലാണെങ്കിലും ഒക്കെ തന്നെ അത് വേണമെന്നുള്ളത് തന്നെയാണ്. വാസ്തവത്തിൽ ഈ ഒരു കാര്യം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന വനിതാ ശിശു വികസന വകുപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ബാലസൗഹൃദ കേരളം എന്നുള്ള നമ്മുടെ ഒരു നയം പ്രഖ്യാപിക്കാനായിട്ട് ആവിഷ്കരിക്കാനായിട്ട് പോയ ഒരു പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് അതിന്റെ യോഗം നടന്നിരുന്നു. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. കാരണം നമ്മുടെ ഹോമുകളിലും ഉൾപ്പെടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന, സംരക്ഷിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ, അപ്പം അതെല്ലാം സർക്കാർ റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം, സേവനത്തിന്റെ ഗുണനിലവാരം, ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേവലം ഒരു ജോലിയല്ല ഇത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ഒരു 2.5 വയസ്സുള്ള കുഞ്ഞിത് പുറം ലോകത്തോട് പറയില്ലല്ലോ. അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. അവൾ ചിലപ്പോൾ ആ സമയത്ത് കരഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അത് ആ നിലയിൽ സംസാരിക്കാൻ, മറ്റോ ആശയവിനിമയം നടത്താൻ കഴിയാത്ത, ലോകത്തോട് ഇക്കാര്യം പറയാൻ കഴിയാത്ത കുഞ്ഞുങ്ങളാണ്. പിറന്നു വീഴുമ്പോൾ ഏതാനും ദിവസം 5 ദിവസമുള്ള കുഞ്ഞുങ്ങളെ വരെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അമ്മത്തൊട്ടിൽ. ഈ വർഷം മാത്രം 18 കുഞ്ഞുങ്ങളെയാണ് ലഭിച്ചത്. സംസ്ഥാനം മുഴുവൻ 22 കുഞ്ഞുങ്ങളെ 2024 ജനുവരി മുതൽ. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്പർ കൂടിയിട്ടുണ്ട്, 2-3 പേരും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ, അവരുടെ ദേഹത്ത് ഇത്തരത്തിൽ അവരെ നോക്കുന്ന നിലയിൽ ഇടപെടുന്ന ഒരാളും സിസ്റ്റത്തിൽ വേണ്ട. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ആ നിലയിൽ തന്നെയാണ് അവർ നടപടിയെടുത്തതൊക്കെ. അമിതമായ രാഷ്ട്രീയവൽക്കരണമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിരുചികളൊന്നും നോക്കാതെ ആളുകളുടെ നിയമനമൊക്കെ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, എല്ലാ സർക്കാരിന്റെ കാലത്തും ഇത്തരം നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പുനഃപരിശോധിക്കണം. തീർച്ചയായിട്ടും നല്ല നിർദ്ദേശമാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ വേണം. അതായത് ഇതിൽ നമുക്ക് എല്ലാവർക്കും കൂടി ആ നിലയിൽ ആ രീതിയിലുള്ള ഒരു മാറ്റം ഇതിൽ ആവശ്യമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന നിയമനങ്ങളിൽ മാത്രമല്ല, നിലവിലുള്ളവരെ കൂടി, അവരുടെ കൂടി ഒരു പെർഫോമൻസ്, ഈ പറഞ്ഞതുപോലെ അവർ നേരത്തെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഹോമുകളിൽ അറിയാമോ, അല്ലെങ്കിൽ NGOകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അറിയാമോ, ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കുകയും അതിന്റെ ആ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അഭിരുചിയുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള സമീപനമുണ്ട്, അവരുടെ ഇഷ്ടമുണ്ട്, ഈ ഒരു സേവനത്തോടുള്ള അവരുടെ ഒരു അർപ്പണമുണ്ട്. ഇതെല്ലാം അസസ് ചെയ്തുകൊണ്ട് തുടർച്ച തീരുമാനിക്കേണ്ടതാണ്. അതോടൊപ്പം പുതിയ നിയമനങ്ങൾ വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ഉണ്ടാവണം. അത് എക്സ്പേർട്സിന്റെ തന്നെ ഒരു നേതൃത്വത്തിൽ. നമ്മൾ ചില പ്രത്യേക ജോബുകൾക്ക് അങ്ങനെയുണ്ടല്ലോ, ഒരു ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുക, എന്താണ്, എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശാസ്ത്രീയമായി തന്നെ അത് ചിട്ടപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാടാണ് ഉള്ളത്. ആ നിലയിൽ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ ഇത് സംബന്ധിച്ചൊരു യോഗം വിളിച്ചു ചേർത്തത്. അതിൽ ഇക്കാര്യങ്ങളല്ല, ഹോമുകളുടെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച, പരിചരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. എല്ലാം പറയുമ്പോഴും ഈ സുരക്ഷാ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ ഇത് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ അതിന്റെ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ നിയമിതരായിട്ടുള്ള വ്യക്തികൾ, പല കാലഘട്ടങ്ങളിൽ നിയമിതരായിട്ടുള്ള വ്യക്തികളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ നിയമനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ കുറ്റം ചെയ്തവർ മാത്രമല്ല, നമുക്ക് പൊതുവിൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും അല്ലെങ്കിൽ അതിന്റെ ഒരു സംരക്ഷണം മികവ് ഉറപ്പുവരുത്തുന്നതിന് ആ നിലയിലുള്ള അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്കൊരു ക്ലിയറൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് നടത്താം എന്ന കാര്യം പറഞ്ഞു. അതുപോലെയുള്ള ഒരു ചില ജോലികൾക്കുള്ള ഒരു പോലീസ് വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതുകൂടി നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു പോലീസ് വെരിഫിക്കേഷൻ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് നിർബന്ധിതമായിട്ട് ആ നിലയിൽ വേണം എന്നുള്ളത്. ശിശുക്ഷേമ സമിതിക്ക് ഇങ്ങനെയുള്ള ചില പ്രപ്പോസൽ അവർ സ്വയമായി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ പൊതുവെ ഇക്കാര്യത്തിൽ ഈ വകുപ്പിന്റെ കൂടി ഒരു ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ നിലയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് മുന്നോട്ട് പോകാവുന്നതാണ്.